അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാ, ഹസിബു ഖബ്ല അൻ തുഹാസബു, നിങ്ങൾ സ്വയം വിചിന്തനം നടത്തുക. നിങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ നാളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഒരാളെയും കുറ്റം പറയാൻ നിൽക്കണ്ട, നമ്മൾ ഒരാളെ എന്റെ പ്രിയപ്പെട്ടവരെ പരദൂഷണം പറയാൻ നിൽക്കണ്ട. നമ്മളെല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറി ഈമാനോടെ ഇസ്സത്തോടെ സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അൽഹംദുലില്ലാ, നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് വിജയിക്കണം. അല്ലാഹു സ്വീകരിക്കട്ടെ. അതുകൊണ്ട് പറയുക, അവസാനം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഒരാളെയും നോക്കണ്ട, ഒരാളുടെ മുഖത്തോട് നമ്മൾ നോക്കണ്ട. അവൻ അങ്ങനെയാണ് ഉസ്താദേ, അവൻ ഇങ്ങനെയാണ് ഉസ്താദേ എന്നൊന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ സ്വയം എന്റെ പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇനി ഒന്നിനും ചെയ്യൂല, ഞങ്ങൾ ഇനി ഹറാമുകൾ ചെയ്യൂല എന്നുള്ളൊരു ബോധത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു പോവുക. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുക, നമ്മൾ ആരെ പോലാകണം, നമ്മൾ ആരെ പോലാകണം. ഞാനൊരു ചരിത്രം എന്റെ പ്രിയപ്പെട്ടവരെ ചെറിയൊരു സംഭവം പറഞ്ഞു തരിക. ഈ ഒരു മഹാന്റെ ഒരു ഈമാനിന്റെ പ്രസരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ നിന്നിറങ്ങുമ്പോൾ നമുക്ക് വേണം. ഈ സദസ്സിൽ നിന്നിറങ്ങുമ്പോ അൽഹംദുലില്ലാ ഈ പറയുന്ന മഹാന്റെ ജീവിതത്തിന്റെ ചെറിയൊരു ഈമാനെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്നെ പ്രിയപ്പെട്ടവരെ വേണം. ആരാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്? അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ എല്ലാമാകുന്ന സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്കറിയാമല്ലോ. ഉമർ തങ്ങൾ പറയുകയോ, ഉമർ തങ്ങൾ പറയുന്നത് എന്തെന്നറിയോ പ്രിയമുള്ളവരെ? എല്ലാവരും മരിച്ചുകൊണ്ട് പടച്ചവന്റെ ഖബറിൽ ചെല്ലുമ്പോ ഈ ഉമറുമതാ ഖബറിലതാ ചെല്ലുകയോ. ആ സമയത്തന്നെ പ്രിയമുള്ളവരെ മുൻകർ നകീർ കടന്നു വരുമല്ലോ. മുൻകർ നകീർ അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നിട്ട്, നിന്റെ റബ്ബാരാ ഉമറേ, നിന്റെ റബ്ബാരാ എന്ന് ചോദിക്കുമ്പോ ഉമർ തങ്ങൾ പറയുകയോ, നിന്റെ റബ്ബാണ് എന്റെ റബ്ബാണെന്ന് ഞാൻ പറയുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ എന്നെ പ്രിയമുള്ളവരെ പറയുമ്പോ ഈ മനോഹരമാകുന്ന സദസ്സിലേക്ക് കടന്നിരിക്കുന്നവരെ ബഹുമാനപ്പെട്ട ഉമർ തങ്ങളുണ്ടല്ലോ ഷഹീദാവുകയോ. ഉമർ തങ്ങളുടെ മയ്യത്തതാ കുളിപ്പിക്കാൻ വേണ്ടി സഹാബത്തതാ കടന്നു വരികയാണ്. ഉമർ തങ്ങളുടെ ശരീരം എന്റെ പ്രിയമുള്ളവരെ കുളിപ്പിക്കുമ്പോ സഹാബത്തതാ കരയുകയാണ്. എന്തിനാണെന്നറിയോ? ഉമർ തങ്ങളുടെ ശരീരത്തിൽ എന്റെ പ്രിയമുള്ളവര് ചെറിയ ചെറിയ പാടുകളുണ്ടല്ലോ കാണുകയോ. സഹാബത്തതാ അത്ഭുതപ്പെടുകയാണ്. ഇതെവിടെ നിന്നാണ് പടച്ചവനെ ഉമർ തങ്ങളുടെ ശരീരത്തിൽ ഉറപ്പ്? ഇതുപോലത്തെ പാടുകൾ എവിടെ നിന്നാണെന്ന് അറിയൂലല്ലോ. ഉമർ തങ്ങളെ അതോ ഖബറടക്കുകയോ. ഉമർ തങ്ങളെ എന്റെ പ്രിയമുള്ളവരെ ഖബറടക്കി കഴിഞ്ഞിട്ട് സഹാബത്തതോ അന്വേഷിക്കുകയോ. ഇതെവിടെന്നാണ് പടച്ചവന് ഉമർ തങ്ങളുടെ ശരീരത്തില് ഈ പാടുകൾ എവിടെന്നോ? ഉടൻ തന്നെ എന്റെ പ്രിയമുള്ളവരെ അറിയാകുന്നവര് പറയുകയാണ്, ഉമർ തങ്ങളെന്ന് പറയുന്നതാരാ? ഉമർ തങ്ങളുടെ തന്നെ ശരീരത്തിലുണ്ടല്ലോ എല്ലാ ദിവസം എന്റെ പ്രിയമുള്ളവര് അടിക്കുമായിരുന്നു ചെറുപ്പക്കാരാ. എന്തിനെന്നറിയോ? ഈ ഉമറങ്ങാനം പടച്ചവന് അറിയാതെ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, അറിയാതെ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ഉമർ തങ്ങളുടെ ശരീരത്തിന് എന്റെ പ്രിയമുള്ളവര് ഒരു താക്കീത് കൊടുക്കുകയാണെന്ന് ചരിത്രം പറയുമ്പോ, ഈ കൈകൾ കൊണ്ട്, ഈ കാലുകൾ കൊണ്ട്, ഈ കണ്ണുകൾ കൊണ്ട്, ഈ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട് ഹറാമ് ചെയ്യുന്നവരെ, തിന്മകൾ ചെയ്യുന്നവരെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അതുകൊണ്ട് ഈ മനോഹരമാകുന്ന സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, ഒരു മാറ്റത്തിന്റെ ഉൾവിളികളുണ്ടല്ലോ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടതോ. ഒരു കാലഘട്ടത്തിൽ പെണ്ണിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, കള്ളിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, ലഹരിയുടെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, ഹറാമിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ, കൊലപാതകത്തിന്റെ പിന്നാലെ പോയ ഉമറുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വരികയോ. എന്നിട്ടതാ റസൂലുള്ളാഹിയുടെ കൈ പിടിച്ചുകൊണ്ട്, ഇസ്ലാമിന്റെ ആദർശം മുറുകെ പിടിച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് പോരാടുകയോ. അവസാനം എന്റെ പ്രിയമുള്ളവരെ ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് ഖലീഫയായിട്ട് ബഹുമാനപ്പെട്ട ഉമർ തങ്ങൾ വിട പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ
നമ്മൾ കള്ളു കുടിച്ചിട്ടില്ല, നമ്മൾ ഹറാമുകൾ ചെയ്തിട്ടില്ല. ജീവിതത്തിന്റെ സന്ദർഭത്തിൽ എൻ്റെ പ്രിയമുള്ളവരെ അറിയാതെ ചെയ്തു പോയ തിന്മകളാണ്. അതുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തോ, അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ, അല്ലാ പുറത്തു തരണേ റബ്ബേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉമർ തങ്ങളുടെ ശരീരത്തിൽ മുഴുവനും പാടാ മരണപ്പെട്ട് കഴിഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു, ഇത് എവിടെന്നാ ഈ പാടെന്ന് ചോദിച്ചപ്പോ അറിയാകുന്ന ആളുകൾ പറയാ, ഉമർ തങ്ങളെന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ വിചിന്തനം നടത്തുമായിരുന്നു ആക്രമിച്ചിട്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അങ്ങനെ അടിക്കാനും ഇടിക്കാനും തൊഴിക്കാനും ഒന്നും പറയണില്ല. പക്ഷേ ജീവിച്ചിരിക്കണം 60 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് അല്ലെങ്കിൽ ഒരു 30 വയസ്സ്. എന്റെ പ്രിയപ്പെട്ടവരെ പടച്ചവനോട് പൊട്ടിക്കരൻ ആത്മാർത്ഥമായി ദുആ ചെയ്യണം. റബ്ബേ അറിയാതെ ചെയ്തു കൂട്ടിയ തിന്മകളാണല്ലാ,